എല്ലാവർക്കും നമസ്കാരം. SPR യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് മലയാളം വ്യാകരണവുമായിട്ട് ബന്ധപ്പെട്ട ചെറിയൊരു ഭാഗമാണ്. ഇതിൻ്റെ മുൻപുള്ള ഭാഗം 2 വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ന് മലയാളം ഗ്രാമറിന് ഏറെ പ്രസക്തിയുണ്ട്. LP തലം മുതൽ +2 തലം വരെയുള്ള മലയാളം ചോദ്യപേപ്പറുകളിലും PSC ചോദ്യപേപ്പറുകളിലും മലയാളം വ്യാകരണം ധാരാളമായി കടന്നു വരുന്നുണ്ട്. എല്ലാവർക്കും പ്രയോജനമാകുന്ന വിധത്തിലാണ് ഈ ചെറിയൊരു വീഡിയോ ചെയ്തിരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ക്രിയ. നമുക്കറിയാം, നാം ചെയ്യുന്ന പ്രവൃത്തിക്കാണ് ക്രിയ എന്ന് പറയുന്നത്. ഈ ക്രിയയെ 2ആയി തരംതിരിച്ചിരിക്കുന്നു. അകർമ്മക ക്രിയ എന്നും സകർമ്മക ക്രിയ എന്നും 2ആയി തിരിച്ചിരിക്കുന്നു. അകർമ്മക ക്രിയ ഒരു പ്രവൃത്തിയുടെ വ്യാപാരവും ഫലവും കർത്താവിൽ തന്നെ നിക്ഷിപ്തമാണെങ്കിൽ അതിനെയാണ് അകർമ്മക ക്രിയ എന്ന് പറയുന്നത്. ഒരു പ്രവൃത്തിയുടെ വ്യാപാരവും ഫലവും കർത്താവിൽ തന്നെ എത്തിച്ചേരുന്നുവെങ്കിൽ അതിനെ അകർമ്മക ക്രിയ എന്ന് പറയുന്നു. എന്താണ് വ്യാപാരം, എന്താണ് ഫലം? നമുക്ക് നോക്കാം. ഇപ്പോൾ കുട്ടി പഠിക്കുന്നു. അവിടെ കുട്ടിയെ ആരും നിർബന്ധിക്കുന്നില്ല, അവൻ സ്വന്തമായിട്ട് പഠിക്കുന്നു. അപ്പോൾ അവൻ പഠനത്തിൽ എത്തിച്ചേരുന്നതിന് വേണ്ടി, അവൻ പഠിക്കുന്നതിന് വേണ്ടി അതിനോടനുബന്ധിച്ചുള്ള എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു അതിനെയാണ് വ്യാപാരം എന്ന് പറയുന്നത്. അതിൻ്റെ ഫലം എത്തിച്ചേരുന്നത് അവനിൽ തന്നെയാണ്. അതാണ് ഫലമായിട്ട് നമ്മൾ കാണുന്നത്. കുട്ടി പഠിക്കുന്നു എന്ന് പറയുന്നത് അകർമ്മക ക്രിയയാണ്. കാരണം അതിൻ്റെ വ്യാപാരവും ഫലവും കുട്ടിയിൽ തന്നെ നിക്ഷിപ്തമാണ്. മറ്റ് ഉദാഹരണം പറയുകയാണെങ്കിൽ, ടീച്ചർ പഠിക്കുന്നു, കുയിൽ കൂവുന്നു, പക്ഷി പറക്കുന്നു, രാമു ചാടുന്നു. ഇതൊക്കെ നമുക്ക് അകർമ്മക ക്രിയയ്ക്ക് ഉദാഹരണമായിട്ട് പറയാം. ഇനി രണ്ടാമത്തേത് സകർമ്മക ക്രിയ. ഒരു പ്രവൃത്തിയുടെ വ്യാപാരവും ഫലവും 2 തലത്തിൽ എത്തപ്പെടുന്നു. ഒരു പ്രവൃത്തിയുടെ വ്യാപാരം കർത്താവിലും ഫലം മറ്റൊരാളിലും എത്തിച്ചേരുന്നുവെങ്കിൽ അതിനെയാണ് സകർമ്മക ക്രിയ എന്ന് പറയുന്നത്. ഒരു പ്രവൃത്തിയുടെ വ്യാപാരം കർത്താവിലും ഫലം മറ്റൊരാളിലും എത്തിച്ചേരുന്നതിനെ സകർമ്മക ക്രിയ എന്ന് പറയുന്നു. ഉദാഹരണത്തിന്, ടീച്ചർ കുട്ടിയെ പഠിപ്പിച്ചു. ഇവിടെ കുട്ടി പഠിക്കുന്നില്ല. കുട്ടി പഠിക്കുന്നതിന് വേണ്ടി അവനെ ആ പഠനത്തിലേക്ക് കൊണ്ടുവരുവാൻ ടീച്ചർ എന്തെല്ലാം കാര്യങ്ങൾ അതിനു വേണ്ടി ചെയ്യുന്നു, അതാണ് അവിടെ വ്യാപാരമായിട്ട് നിലകൊള്ളുന്നത്. ടീച്ചർ ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്ത് അവനെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഫലം കിട്ടുന്നത് കുട്ടിക്കാണ്. അതുകൊണ്ട് ഇതിൻ്റെ വ്യാപാരം ടീച്ചറിലും ഫലം കുട്ടിയിലുമാണ് നിലകൊള്ളുന്നത്. അപ്പോൾ ഒരു പ്രവൃത്തിയുടെ വ്യാപാരം കർത്താവിലും ഫലം മറ്റൊരാളിലും എത്തിച്ചേരുന്നതിന് സകർമ്മക ക്രിയ എന്ന് പറയുന്നു. അമ്മ കുഞ്ഞിനെ കുളിപ്പിച്ചു, രാമൻ രാവണനെ കൊന്നു. ഇങ്ങനെയൊക്കെയുള്ള പദങ്ങളെ, വാക്യങ്ങളെ നമുക്ക് സകർമ്മക ക്രിയയിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഇനി സകർമ്മക ക്രിയയിലും അകർമ്മക ക്രിയയിലും കർമ്മത്തിൻ്റെ സ്ഥാനത്ത് ഉപയോഗിക്കുന്ന പദങ്ങൾ എല്ലാം തന്നെ പ്രതിഗ്രാഹിക വിഭക്തിയിലാണ് ഉപയോഗിക്കുന്നത്. ഇനി വിഭക്തി എന്താണ്? വിഭക്തിയെക്കുറിച്ചൊരു വീഡിയോ തുടർന്ന് ചെയ്യുന്നതാണ്. എങ്കിലും ഒന്ന് ചുരുക്കി പറയാം. വിഭക്തിക്കുറി കൂടാതെ പദയോഗം സമാസമാണ്. 2 പദങ്ങളെ തമ്മിൽ നമ്മൾ ബന്ധിപ്പിക്കുമ്പോൾ അതിന് പൂർണ്ണമായൊരു അർത്ഥം ലഭിക്കണമെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് വിഭക്തി പ്രത്യയങ്ങൾ നാം ചേർക്കുമ്പോഴാണ് പൂർണ്ണമായ അർത്ഥം ലഭിക്കുന്നത്. ഇപ്പോൾ ടീച്ചർ കുട്ടി പഠിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അവിടെ പൂർണ്ണമായൊരു അർത്ഥം ലഭിക്കുന്നില്ല. അപ്പോൾ ടീച്ചർ കുട്ടിയെ പഠിപ്പിച്ചു, അവിടെ കുട്ടിയുടെ കൂടെ എന്ന് പറയുന്ന പ്രതിഗ്രാഹിക വിഭക്തി ചേർത്തപ്പോഴാണ് ആ വാക്യത്തിന് പൂർണ്ണമായ ഒരു അർത്ഥം ലഭിച്ചത്. അപ്പോൾ ഇങ്ങനെ
കർമ്മത്തിൻ്റെ കൂടെ അല്ലെങ്കിൽ ഫലത്തിൻ്റെ കൂടെ എപ്പോഴും കടന്നു വരുന്നത് പ്രതിഗ്രാഹിക വിഭക്തിയാണ്. എന്നാൽ നപുംസകമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വാക്യങ്ങളിൽ പ്രതിഗ്രാഹിക വിഭക്തിക്ക് പ്രസക്തിയില്ല. ഉദാഹരണത്തിന് രാമു പുസ്തകം വായിച്ചു. അവിടെ രാമു പുസ്തകത്തെ വായിച്ചു എന്ന് പറയേണ്ട കാര്യമില്ല. രാമു പുസ്തകം വായിച്ചു എന്ന് പറയുമ്പോൾ അവിടെ അത് നാം മനസ്സിലാക്കേണ്ടത് ആര് എന്തിനെ എന്ന് സ്വയം ചോദിക്കുക. ഇപ്പം നപുംസക വാചകങ്ങളിൽ പ്രതിഗ്രാഹ്യ വിഭക്തി എടുത്തു ചേർക്കേണ്ട കാര്യമില്ല. അത് ആ വാക്യത്തിൽ തന്നെ അർത്ഥവത്തായിട്ട് നിലകൊള്ളുന്നു. അത്തരം വാക്യങ്ങളിൽ ആര് എന്തിനെ എന്ന് നമ്മൾ സ്വയം ചോദിച്ചാൽ ആ വാക്യത്തിന് പൂർണ്ണമായ ഒരു അർത്ഥം ലഭിക്കുന്നു. രാമു പുസ്തകം വായിച്ചു എന്ന് നാം പറയുമ്പോൾ ആര് വായിച്ചു, എന്ത് വായിച്ചു എന്ന് ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിൻ്റെ ഉത്തരം രാമു പുസ്തകം വായിച്ചു എന്നുള്ളതിൽ ഉൾക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത്തരത്തിൽ വിഭക്തി പ്രത്യയങ്ങൾക്കും ഈ സകർമ്മക ക്രിയയിലും അകർമ്മക ക്രിയയിലും ഏറെ പ്രാധാന്യമുണ്ട്. അപ്പോൾ വിഭക്തിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ഗ്രാമറിൻ്റെ ഭാഗമായിട്ട് പഠിക്കുവാനുണ്ട്. അപ്പോൾ അത്തരം വീഡിയോയുമായിട്ട് തുടർന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ്. അതുവരെ എല്ലാവർക്കും നന്ദി. വീഡിയോ കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.